ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണിനെയും മാനസിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ജയ്മോഹനും ഹേമയും എത്തുന്നുണ്ട്. പിന്നാലെ തന്നെ വരുണിന്റെ അച്ഛനും എത്തുകയാണ്. ജയ്മോഹനെ CI പരിഹസിച്ചതുപോലെ വരുണിന്റെ അച്ഛനെയും നിർത്തി പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ മക്കളോട് സംസാരിച്ചോ, പക്ഷേ ദേഹോപദ്രവമൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് CI അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വരുണിന്റെ അച്ഛൻ വരുണിനോട് പോയി സംസാരിക്കുക. എന്തൊക്കെയാണടാ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ കൊല്ലണോ അതോ നീ എന്നെ കൊല്ലണോ എന്ന് ചോദിക്കുമ്പോൾ വരുണിന്റെ അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അച്ഛ, ഞങ്ങൾ ശരിക്കും ഒരു ചതിയിൽ പെട്ടതാണ് എന്ന് വരുൺ പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീയൊന്നല്ലടാ, ഞങ്ങളാണ് ശരിക്കും ചതിയിൽ പെട്ടത് എന്നങ്ങനെ വരുണിനോട് പറഞ്ഞുകൊണ്ട് മാനസയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വരുണിന്റെ അച്ഛൻ മാനസയോട് പറയുന്നുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേടി, നീയൊക്കെ എന്തിനെ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ്? കുടുംബത്തോട് പറഞ്ഞ് നേരവണ്ണം സമയം നോക്കി കല്യാണം കഴിക്കണം, അല്ലാതെ ഓരോരുത്തരെ വട്ടം കറക്കി എടുക്കുകയല്ല വേണ്ടത് എന്ന് വരുണിന്റെ അച്ഛൻ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടുവന്ന് ജയ്മോഹൻ പറയുന്നുണ്ട്, എന്തിനാണ് എൻ്റെ മോളെ മാത്രം കുറ്റം പറയുന്നത്? നിങ്ങളുടെ മോൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് വരുണിനോട് വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്നാണ് എനിക്ക് സ്വസ്ഥത കിട്ടുന്നത്? ആദ്യം നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ ആ CI പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് വരുണിന്റെ അച്ഛൻ മാറി നിൽക്കുകയാണ്. പിന്നീട് വരുണിനെയും മാനസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ കാര്യം ആന്റിയമ്മയും സുജുവും സാഗറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ഇത് ഒട്ടും വിശ്വസനീയമല്ല. ഒരിക്കലും മാനസിയും വരുണും ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് അവർ മൂന്നുപേരും പരസ്പരം അങ്ങനെ സംസാരിക്കുകയാണ്. ആന്റിയമ്മ അപ്പൊ പറയുന്നുണ്ട്, നമ്മളുടെ കുടുംബത്തോട് ചെയ്തതിനെല്ലാം മാനസയ്ക്ക് ഇത് തന്നെ കിട്ടണം എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃപ വരുന്നത്. കൃപ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മാനസിയും വരുണും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ പോയി ഒന്ന് കാണണം. മാനസിയെ വഴിയിൽ വെച്ച് കണ്ടില്ലെങ്കിലും അവളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ നേരിട്ട് കാണും, അവളുടെ വിശേഷങ്ങൾ ചോദിക്കും, എന്താണ് പറയുന്നതെന്ന് ഒന്ന് കാണണമല്ലോ എന്ന് കൃപ അങ്ങനെ വാശിയോടെ പറയാണ്. സുജു അപ്പോൾ കൃപയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. നെയ്യപ്പോൾ മാനസിയെ കാണാനൊന്നും പോവണ്ട, അവളോടൊന്നും സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് തീർത്ത് പറയാണ് സുജു. കൃപ അപ്പം പറയുന്നുണ്ട്, ഇതെന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഇതിപ്പോൾ നമ്മളാരും ചെയ്തതല്ലല്ലോ. എന്തായാലും മാനസിക്ക് ഇപ്പോൾ നാട്ടിൽ നല്ല പേരാണ്. എല്ലാം കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് ജയ്മോഹൻ അങ്കിളെ വിളിക്കണം. എല്ലാം തട്ടിപ്പറിച്ചെടുത്ത് മോൾക്ക് കൊടുക്കാൻ വേണ്ടി പോയതല്ലേ, എന്നിട്ടിപ്പോൾ മാനസ തെരഞ്ഞെടുത്ത ജോലി കൊള്ളാം എന്ന് കൃപ അങ്ങനെ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, മോളെ, ഈ കാര്യത്തിൽ നീ കൂടുതൽ സംസാരിക്കണ്ട. നീ എന്നല്ല, നമ്മൾ ആരും ഈ കാര്യത്തിൽ ഇടപെടണ്ട. അവരായി അവരുടെ പാടായി എന്ന് പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഇതാണ് കുഴപ്പം. നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അവര് ആഘോഷിക്കും, മറിച്ച് അവർക്കൊരു പ്രശ്നം വന്നാൽ അവരെക്കാൾ മുന്നേ നമ്മൾ അതെല്ലാം മൂടി വെക്കും. അതെന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്തായാലും പോവുകയും ചെയ്യും, അവളെ കണ്ട് 2 വർത്തമാനം പറയും ചെയ്യുമെന്ന് പറഞ്ഞ് കൃപ പോവാനായി നിൽക്കുമ്പോൾ സാഗർ കൃപയോട് പറയുന്നുണ്ട്, മോളെ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇതിന്റെ കൂട്ടത്തിലൊന്നാണ് ഇതെന്ന് നമ്മൾ കരുതിയാൽ മതി. ഇനിയിപ്പോൾ ശത്രുവാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ എന്ന് സാഗർ അങ്ങനെ കൃപയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കൃപ അപ്പം പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത് എന്താണ് പറ്റിയത്? വെറുതെയല്ല നിങ്ങളെല്ലാവരും തോറ്റു തുന്നമ്പാടി നിന്നിരുന്നത്, അടിച്ചാൽ തിരിച്ചടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് കൃപ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. സുജു എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ, അവൾ മാനസിയെ കാണാൻ പോവാതെയും അവിടെ പോയി ബഹളമുണ്ടാക്കാതെയും സാഗർ നോക്കണം. നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് സുജ അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്കറിയാം, അവൾ ഇതെല്ലാം ഒരു ആവേശത്തിൽ പറയുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ അവൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് സാഗർ പറയാണ്. എൻ്റെ അമ്മ അപ്പം പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ കയറി മാനസ ചെയ്ത തെറ്റിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്, ഇനിയെങ്കിലും ജയ്മോഹൻ പഠിച്ചോളുമെന്ന് ആന്റിയമ്മ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം CI വന്ന് അപ്പൊ എങ്ങനെ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. മാനസയുടെയും ന്റെയും കുടുംബങ്ങൾ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇവരെ കോടതിയിലൊക്കെ ഒന്നും കൊണ്ടുപോകരുത് സാറേ. സാറ് പറയുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ കേൾക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ സാറിനോട് ഞങ്ങൾക്ക് തർക്കിക്കാനാവില്ലല്ലോ എന്നങ്ങനെ അവര് പറയുമ്പോൾ CI പറയുന്നുണ്ട്, ഇവര് 2 പേരും ഇഷ്ടത്തിലെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നിച്ച് 2 ദിവസം കഴിഞ്ഞവരുമാണ്, പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നങ്ങനെ CI പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഏയ് അതൊന്നും ശരിയാവില്ല, എനിക്കിവനെ വേണ്ട എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ CI മാനസയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവള് പറയുന്നത് എല്ലാവരും കേട്ടല്ലോ, വിവാഹം കഴിക്കുന്ന കാര്യം കേട്ടപ്പോൾ അവൾക്ക് താല്പര്യമില്ല, അവളുടെ താല്പര്യങ്ങൾ ഇത്തരം ചെറിയ ചെറിയ രീതികളിലാണ്, കഷ്ടം തന്നെ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് 2 കുടുംബത്തെയും നാണം കെടുത്തണമെന്ന് ഒരു താല്പര്യവുമില്ല. നിങ്ങളെല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ ഒഴിവാക്കാം.
പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കി എഴുതിക്കൊണ്ട് ഒപ്പ് ഇട്ട് തരണം. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭവത്തെ പറ്റി ഇനി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. നാളെ മേലാൽ ഇവനെ ചതിച്ചെന്ന് അവളോ അവളെ ചതിച്ചെന്നോ ഇവളോ പറയാൻ പാടില്ല. ഇനി ഇവര് പുറത്തിറങ്ങിയാൽ സോഷ്യൽ മീഡിയ എടുത്തുകൊണ്ട് പോലീസുകാര് ഞങ്ങളെ ദേഹോപദ്രവം ചെയ്തു, ഞങ്ങളോട് അതിക്രൂരമായി പെരുമാറി എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഇവർ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ എൻ്റെ തൊപ്പി തെറിച്ചാലും കുഴപ്പമില്ല, സകലത്തിനെയും ഞാൻ ചവിട്ടിക്കൂട്ടും. ഇതിനെല്ലാത്തിനും സമ്മതമാണെങ്കിൽ ഇവരെ വിളിച്ചുകൊണ്ട് പോയിക്കോ. എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നിട്ട് വേണം ഇവിടെ നിന്നും പോവാൻ എന്നങ്ങനെ CI ജയ്മോഹനോടും വരുണിന്റെ അച്ഛനോടെല്ലാം പറയാണ്. എന്നിട്ട് മാനസിയോടും വരുണിനോടും പറയുന്നുണ്ട്, ഇനി മേലാൽ നിങ്ങൾ ഒരു പ്രശ്നവുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരരുത്. ഇപ്പോൾ മര്യാദയ്ക്ക് 2 എണ്ണം പോയിക്കോ എന്ന് പറഞ്ഞ് CI അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും കൂടി രാഹുലിനെ കാണാനായി രാഹുലിന്റെ ഓഫീസിലേക്ക് വരികയാണ്. രാഹുൽ എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങുന്നത് എവിടം വരെ എത്തിയെന്നങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, 2-3 പ്രൊജക്റ്റുകൾ സാറ് നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അത് ഫൈനലൈസ് ചെയ്യണം. ഇടിവെട്ട് ഐറ്റം തന്നെ ആയിരിക്കണം, സോഷ്യൽ മീഡിയ വഴി നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാം എന്നൊക്കെ അങ്ങനെ രാഹുൽ കൃഷിനോടും കൺമണിയോടും പറയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷന് പുറത്താണെങ്കിൽ മീഡിയക്കാരെല്ലാവരും വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും കേസെല്ലാം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് മാനസിയും വരുണും അവരുടെ കുടുംബങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. മീഡിയക്കാരങ്ങനെ വരുണിനെയും മാനസിയെയും കയ്യിൽ കിട്ടുന്നതോടെ കേസിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ മാനസിയാണെങ്കിൽ മീഡിയക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആരോട് എന്ത് ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് പോയി കാണിച്ചാൽ മതി, വാ അച്ഛ എന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്നും ഹേമയെയും ജയ്മോഹനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് രാഹുൽ എന്തോ ലാപ്ടോപ്പിൽ കാര്യമായി നോക്കുകയാണ്. കൃഷും കൺമണിയും എന്താണെന്നറിയാതെ ആകെ ടെൻഷനോടെ അങ്ങനെ ഇരിക്കുകയാണ്. രാഹുൽ അപ്പം പറയുന്നുണ്ട്, ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഒരു കാര്യം നോക്കുകയായിരുന്നു. എടാ കൃഷേ, നീ നല്ല ലക്കിയാടാ. എൻ്റെ പഴയൊരു ബിസിനസ് ഇടപാട് ഉണ്ടായിരുന്നു, അവരെനിക്ക് കുറെ ക്യാഷ് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു, ഏകദേശം ഒരു 24 കോടി രൂപ. ശരിക്കും ഞാൻ ഒരു കേസിന് പോവാൻ നിൽക്കുകയായിരുന്നു, പക്ഷേ നിന്റെ ഭാഗ്യം അവരാ ക്യാഷ് സെറ്റിൽ ചെയ്തു. ഇങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്ന ഒരു 24 കോടി രൂപ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. തൽക്കാലം നീ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ അത് മതിയാവില്ലേ? ഇനിയിപ്പോ അതിന്റെ മേലെ അറേഞ്ച് ചെയ്യണമെങ്കിലും ഞാൻ ചെയ്തോളാം. തുടക്കം തന്നെ ഞെട്ടിക്കണം, അത്രയുള്ളൂ എനിക്ക്. ശത്രുക്കൾ മാത്രമല്ല കൂടെ നിൽക്കുന്നവരും ഞെട്ടുകയാണെങ്കിൽ ഞെട്ടിക്കോട്ടെ. നിന്റെ അവസ്ഥ എനിക്ക് പറയാം. നിന്റെ മനസ്സിലുള്ളതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗമെങ്കിലും നീ മുടക്കണ്ടേ എന്നല്ലേ? ഇതല്ലേ ഇപ്പൊ നിന്നെ അലട്ടുന്ന ഇഷ്യൂ. നിന്റെ കയ്യിൽ ക്യാഷ് വരും. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ക്യാഷ് എത്ര വേണമെങ്കിലും നീ എടുത്തോ, വെറുതെ ഒന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാം. സൗഹൃദങ്ങൾ തകർന്നു പോകാതിരിക്കാൻ അതെപ്പോഴും നല്ലതാണ്. നീ നിനക്കാരോടെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെന്തെങ്കിലും തീരുമാനിക്കാനുണ്ടോ? എങ്കിൽ പിന്നെ നിന്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് രാഹുൽ അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ അലിഗയേക്കാൾ സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു ഡിസൈൻ ഫാക്ടറി, അതാണ് എൻ്റെ മനസ്സിൽ, അതാണ് എൻ്റെ ലക്ഷ്യവും. കൺമണിയായിരിക്കും ആ ഡിസൈനിങ് ലീഡ് ചെയ്യുന്നത്, മാനേജ്മെന്റിൽ നമ്മൾ 2 പേരും എന്ന് കൃഷി പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, മാനേജ്മെന്റിൽ ഞാനില്ല, അതൊക്കെ നീ നോക്കിയാൽ മതി. മാനേജ്മെന്റ് നോക്കാനൊന്നും എനിക്ക് നേരം കിട്ടില്ല, നമുക്കിതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൂടിയാൽ മതി എന്നങ്ങനെ രാഹുൽ പറയാണ്. അങ്ങനെ കൃഷും കൺമണിയും ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാനായി നിൽക്കുകയാണ്. രാഹുൽ അപ്പോൾ കൃഷിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഈ ഡിസിഷനിൽ ഇനി മാറ്റമില്ല. ഇനി ഇവിടെ നിന്ന് പോയാൽ നീ നല്ലൊരു പക്ക പ്രൊജക്ട് പ്ലാൻ തയ്യാറാക്കിക്കോ. ഞാൻ പറഞ്ഞ പണം നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് രാഹുൽ അങ്ങനെ പറയുമ്പോൾ കൃഷി രാഹുലിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇത്രയും സഹായം ചെയ്തെന്ന രാഹുലിനോട് നന്ദി പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.